നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ തലപ്പാറയിലും വിള്ളൽ, ജനങ്ങൾ ആശങ്കയിൽ. തലപ്പാറയിൽ പുതിയ ദേശീയപാതയിലാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ചേളാരി മുതൽ കുളപ്പുറം വരെയുള്ള ഗതാഗതമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. യാത്രക്കാർ വെളിമുക്ക് സർവീസ് റോഡിൽ ഇറങ്ങി പോകണമെന്ന് അധികൃതർ അറിയിച്ചു. പാടത്തു നിന്നും മണ്ണിട്ട് ഉയർത്തിയാണ് ഇവിടെ ആറുവരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കൂരിയാട് ആറുവരിപ്പാത ഇടിഞ്ഞത്. ഇതും പാടത്തു നിന്ന് മണ്ണിട്ട് ഉയർത്തിയാണ് നിർമ്മിച്ചിരുന്നത്. ഈ അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. ആറുവരിപ്പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ തലപ്പാറ റോഡ് പൊളിഞ്ഞു പോകാനായിട്ടുണ്ട്. ഏകദേശം വിണ്ട് കീറിയിട്ടുണ്ട്. ഇതും മിക്കവാറും ഇപ്പോൾ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തലപ്പാറ ആ തോടിൻ്റെ ആ പാലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ കോട്ടക്ക ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ വഴിയാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ തന്നെ ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ചെവികൊള്ളാതെയായിരുന്നു നിർമ്മാണ പ്രവൃത്തി നടന്നിരുന്നത്. തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടതോടെ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിലവിൽ തലപ്പാറയിൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.